തൊടയിൽ കൊണ്ട് ബുള്ളറ്റ് ഈ കാലിൽ നേരിട്ട് ഇറങ്ങിയത്. അവർ ഹൈറ്റിൽ നിന്ന് അടിച്ചതായിരുന്നു. ഓഫീസർ, ഡ്യൂട്ടി ഓഫീസർ എല്ലാവരും പറഞ്ഞത് ഓൺ സേഫ്റ്റി ഇപ്പോൾ സപ്പോർട്ടിങ് ഫയർ തരാൻ സാധിക്കില്ല. അവിടെ നിന്ന് 16 കിലോമീറ്റർ താഴെ വന്നാലേ വാഹനം കിട്ടുള്ളൂ. അത് പിന്നെ റേഷൻ കിടത്തുന്ന വണ്ടി ഒരെണ്ണം വന്ന് അവിടെ കിടപ്പുണ്ട്. ഞാൻ പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ കബ്രിസ്ഥാനിലേക്ക് ഇവിടെ തന്നെ വെച്ചോളെ. തമ്പി സാറിനെ ഒരിക്കലും മരിക്കാൻ പാടില്ല, ഞങ്ങൾ രക്ഷപ്പെടുത്തും പറഞ്ഞിട്ട് അവർ ഓടുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ വെടി കൊണ്ടത് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് രക്ഷപ്പെട്ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിക്കെല്ലാം കൊടുക്കും. ഈ മരിച്ചെന്നുള്ള സീനില് ഇവിടെ വീട്ടിലെത്തിയോ ആ സീനില്? ഇല്ല, എന്നെ പഠിപ്പിച്ച എന്നെ വളർത്തിയ ഒരു കുടുംബമുണ്ട്. എന്നാൽ വേൾഡ് കപ്പിൻ്റെ എന്തോ ക്രിക്കറ്റോ അങ്ങനെ എന്തോ കളി നടക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഒരു സൂസൈഡ് ട്രൈ ചെയ്തു. ജനൽ തുറന്ന് താഴത്തേക്ക് ചാടിയത്. ഈ കാലിൽ വലിച്ചുകൊണ്ട് ചാടിയത്. ആ ടെലിഫോൺ വയറിൽ തങ്ങി നിന്നു പകുതി വഴിക്ക്. താഴെ എത്തിയില്ല. ആ ടെലിഫോണിൻ്റെ ആ കറുപ്പ് വയറുകൾ അത് നിറച്ചു പോകണ്ടെന്ന്. അതിൽ അങ്ങനെ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, മരിക്കണമെന്ന് സൂസൈഡ് ടെൻഡൻസി എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന ഒന്നാമത്തെ സഹിക്കണില്ല. വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളവും നിലവിളി. ഇപ്പോൾ ഒരാൾ വന്ന് ഈ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് ഈ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം വേദന എടുക്കും പോലെ ശരീരം വേദനയാണ്. അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ വേദന ആരെങ്കിലും അടുത്ത് പോലും വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആ സമയത്ത്. ഒരു ജീവിക്കും, ഒരു മനുഷ്യ ജീവിക്കുന്നല്ല, ഒരു ജീവിക്കും, ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുതെന്ന് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. സല്യൂട്ട് മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റലഞ്ചേരി കടമ്പടിയിൽ നായക് നാസർ എന്ന ധീരജവാനായ സേനാ മെഡൽ കൊണ്ട് അംഗീകരിക്കപ്പെട്ട ഇദ്ദേഹത്തിനെ നേരിൽ കാണുവാനും കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനും ഒരു വേദി ഇന്ന് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സർ, കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കുടുംബം ഫാദർ മദർ ഇല്ല, അപ്പോൾ മരണപ്പെട്ടു. ഞങ്ങൾ ചേട്ടനനിയന്മാർ ടോട്ടൽ 6 പേരാണ്. ഒരാൾ സിസ്റ്റർ മരണപ്പെട്ടു, ബാക്കി 4 ആണുങ്ങളും. എൻ്റെ ഇതിൽ വൈഫിൻ്റെ 2 അനിയത്തിമാർ, ഒരു അനിയൻ, ഒരു അണ്ണൻ. ഭാര്യ ഇപ്പം മോളുണ്ട്. വൈഫും മോളും ഞങ്ങൾ 3 പേരാണ് ഇവിടെ താമസം. സാറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ചിറ്റലഞ്ചേരി AP സ്കൂൾ 7ാം ക്ലാസ് വരയ്ക്കും, MNK ഹൈസ്കൂൾ 10ാം ക്ലാസ് വരയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഷിലോങ് പോയി. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതും പോയി, റിസൾട്ട് വരാൻ നിന്നില്ല. സൈന്യത്തിൽ ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്? 1988 നവംബർ 30. 88. ഏതാ വിങ്, ഏതാ കോറിൽ? ഞാൻ അസാർ റെജിമെന്റ് ഇൻഫൻട്രിയാണ്. അസാർ റെജിമെന്റ്, റൈഫിളല്ല, അസാർ റെജിമെന്റ്. ആസാം ഇൻഫൻട്രി. അസാർ റെജിമെന്റ് ഇൻഫൻട്രി. ട്രെയിനിങ് എവിടെ ചെയ്ത്? ട്രെയിനിങ് ഷിലോങ്. അത് കഴിഞ്ഞ് പോസ്റ്റിംഗ് ഏത് യൂണിറ്റിൽ പോയി? 12 ആസാം റെജിമെന്റ്. 12 ആസാം റെജിമെന്റിലെ ഫസ്റ്റ് പോസ്റ്റിംഗ് എനിക്ക് പൂഞ്ചിലായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് 3 വർഷം സെൻട്രലിൽ തന്നെ RP പോലീസ് റെജിമെന്റ് പോലീസിൽ 3 വർഷം സെൻട്രലിലിരുന്നു. അവിടെ നിന്ന് പിന്നെ യൂണിറ്റിലേക്ക് പോയത്. ഏത് യൂണിറ്റിലാണ്? 12 ആസാം. അതിൽ എത്ര വർഷം ജോലി ചെയ്തു? പൂഞ്ച് സെക്ടറിൽ 2009 വരെ ചെയ്തു. 2009 വരെ? അല്ല, 1999 വരെ. 99 വരെ ചെയ്തു. 99 വരെ ആസാം റെജിമെന്റിൽ 12 ആസാമിൽ ചെയ്തു. അതിനുശേഷം മദ്രാസ് റെജിമെന്റിലേക്ക് ട്രാൻസ്ഫർ ഇൻവെർട്ടായി. സൗത്ത് ഇന്ത്യൻ മൊത്തം സൗത്ത് റെജിമെന്റിൽ പോകണം എന്നുള്ളൊരിത് വന്നു. SIC കോസ്റ്റ്, സൗത്ത് ഇന്ത്യൻ കോസ്റ്റ് സെപ്പറേറ്റ്. അപ്പോൾ ആദ്യം ആസാം ഇൻഫൻട്രിയിലായിരുന്നു. പിന്നീട് ഇതിലേക്ക് വന്നു. ആസാം റെജിമെന്റ് പറയുമ്പോൾ അത് മിക്സഡ് യൂണിറ്റ് ആയിരുന്നു. എല്ലാ സംസ്ഥാനത്തുള്ള 2 യൂണിറ്റ് മിക്സഡ് ആയിരുന്നു ആസാം റെജിമെന്റിൽ. അതിൽ 12 ആസാം മിക്സഡിൽ നിന്നുള്ളത് പ്യൂറിലേക്ക് ഇപ്പോൾ മദ്രാസ് റെജിമെന്റിലേക്ക് 99 കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം 2007
ഡിസംബർ 1 വരയ്ക്ക്. അത് മദ്രാസ് ഇൻഫൻട്രിയിലോട്ട് വന്നപ്പോൾ ഏത് യൂണിറ്റിലായിരുന്നു? 10 മദ്രാസിലായിരുന്നു. അപ്പോൾ സാർ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് ആ ലൊക്കേഷൻ എവിടെയാണെന്ന് 10 മദ്രാസ് ഗോളിയാറിലായിരുന്നു. അവിടെ എത്ര വർഷം നിന്നു സാർ? ഗോളിയാറിൽ ഞാനൊരു 6 മാസം നിന്നിട്ടുള്ളൂ. 6 മാസം. അപ്പോൾ ഈ യൂണിറ്റ് മൂവിങ് ആയി ഫീൽഡിൽ പോയി. ഏതാ ഫീൽഡ് ലൊക്കേഷൻ പോയത് ഓർക്കാൻ പറ്റും? ഞാൻ ഫീൽഡിൽ പോയിട്ടില്ല. എന്നെ ആ ടൈമിൽ ഈ അമ്യൂട്ടേഷൻ ആയിരുന്നു കാലം. അപ്പോൾ എന്നെ അവിടെ നിന്ന് സെൻട്രലിലേക്ക് അയച്ചു, വില്ലിംഗ്ടണിലേക്ക് അയച്ചു, MRC സെൻറ്ററിൽ അയച്ചു. ഓക്കെ. സാർക്ക് ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന എപ്പോഴാണ്? 96 ആഗസ്റ്റ് 30. 1996 ആഗസ്റ്റ് 30. ഡേറ്റെല്ലാം കൃത്യമായി ഓർക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഉണ്ട്. ഇത്രയും വലിയ ഫസ്റ്റ് കുറച്ച് ദിവസം ആരാണെന്നോ എന്താണെന്നുള്ള കുറച്ച് ദിവസത്തെ ഓർമ്മയില്ലായിരുന്നു. പിന്നീട് നമുക്ക് അതിലോട്ട് വരാം സാർ. സാർക്ക് ഈ വെടിയേറ്റെന്ന് പറയുന്നുണ്ടല്ലോ, അതെ സാർ, അത് ആ സമയം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? പകലോ രാത്രിയോ? അത് ഓർമ്മയുണ്ട്. ഞാൻ കാലത്ത് പെട്രോളിയം സെക്ഷനിൽ പോയി ഞങ്ങൾ 4 മണി വരെയ്ക്ക് ഓർമ്മയുണ്ട്. 4-നും 4:15 ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏർലി മോർണിംഗ് അല്ല, വൈകിട്ട് ഈവനിങ്. അതെന്താ പെട്രോളിംഗ് ഡ്യൂട്ടി ആയിരുന്നു? പെട്രോളിംഗ് ഡ്യൂട്ടി, ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ മെയിനായിട്ട് പെട്രോളിങ്ങിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ, ഒരു ജവാൻ ഡ്രൈവർക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി വണ്ടി അവർ അവിടെ വിട്ടിട്ട് വന്നു, മറിഞ്ഞു വണ്ടി. അത് റിക്കവറി സെക്ഷനായിട്ട് നമ്മൾ ഒരു ക്യാപ്റ്റൻ വിനോദ് കെ നായർ, നെന്മാറയിലുള്ള ആളാണ്. പുള്ളി ഇപ്പോൾ സെറ്റിൽ ബാംഗ്ലൂരാണ്. പുള്ളിയായിരുന്നു വർഷ പോസി. പുള്ളിയും ഞങ്ങൾ 10 ജവാനും കൂടിയിട്ടാണ് ഞങ്ങൾ വണ്ടി റിക്കവറിക്ക് പോയത്. പെട്രോളിംഗ് വിത്ത് പെട്രോളിംഗ് ഗൈഡ് ഞാനായിരുന്നു, അവർ റിക്കവറി സെക്ഷനായിരുന്നു. ഞങ്ങളവിടെ സെക്ഷനിൽ പോയി. അവിടെ എത്തുമ്പോൾ സെക്ഷൻ 4 പേരെ അവിടെ ശേഷിച്ചുള്ളൂ, ബാക്കി എത്താൻ സാധിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിൻ്റെ ഫയറിങ് അത്രയും രൂക്ഷമായിരുന്നു ആ ടൈമിൽ. ആരെയും അടുപ്പിക്കില്ലായിരുന്നു. ലൊക്കേഷൻ കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എവിടെയാണ്? തങ്താർ താലൂക്ക് ഡിസ്ട്രിക്ട്, കുപ്വാഡ, തങ്താർ താലൂക്ക്, റിയാല വില്ലേജ് റിയാല. സാർ അവിടെ ചെന്ന് ഈ വെടിയേൽക്കുന്നത് എത്ര മാസങ്ങൾക്ക് ശേഷമാണ്? 4 മാസത്തിന് ശേഷം. 4 മാസത്തിന് ശേഷം. 4 മാസം. അപ്പോൾ നിങ്ങളുടെ ട്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു ഈ വെടി കൊള്ളുന്ന സമയത്തോ? അതെ, വെടി കൊള്ളുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് ശേഷിച്ചിട്ടുള്ളായിരുന്നല്ലോ. 4 പേരുണ്ടായിരുന്നുള്ളൂ. സാറിന്റെ സീനിയേഴ്സോ അതോ ജൂനിയേഴ്സോ? സീനിയേഴ്സ് ആയിരുന്നു. ഒരു ക്യാപ്റ്റൻ, ഒരു നൈറ്റ് സുബേദാർ, ഒരു ഹോൾദാർ, പിന്നെ ശിപ്പായി ആയിട്ട് ഞാനായിരുന്നു. സാർക്ക് അപ്പോൾ എത്ര വർഷം സർവീസ്? 9 വർഷം. 9ാമത്തെ വർഷം സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പോസ്റ്റിൽ നിന്നാണോ വെടി വന്നത് അതോ വേറെ മിലിറ്റൻസിന്റെ അറ്റാക്കാണോ എന്നുള്ള കൃത്യമായിട്ട് ഓർമ്മയുണ്ട്? കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പോസ്റ്റ് നിന്നാണ്, പാകിസ്ഥാൻ പോസ്റ്റ് നിന്നാണ്. ആ പോസ്റ്റ് നിന്നാണ് വെടിയേൽക്കുന്നത്. ബർബാദ് പോസ്റ്റ് നിന്നാണ് അവർ അടിച്ചിരിക്കുന്നത്. വെടിയേൽക്കുന്നത്. വെടി കൃത്യമായിട്ട് എവിടെയാണ് കൊണ്ടത്? ഈ തൊടയില് കൊണ്ട് ബുള്ളറ്റ് ഈ കാലിൽ നേരിട്ട് ഇറങ്ങിയത്. അവർ ഹൈറ്റിൽ നിന്ന് അടിച്ചതായിരുന്നു. ഹൈറ്റിൽ നിന്ന് അടിച്ച് ഇത് കൊണ്ടു താഴത്തെ പോയി റിട്ടേൺ വന്നു. അത് ഈ വെടി കൊള്ളണതോ ബുള്ളറ്റ് പോയതൊന്നും അറിയില്ല. സാർ അറിയുന്നില്ല? ഫസ്റ്റ് ടൈം അറിയുന്നില്ല? ഈ കൊണ്ട ടൈമിലൊന്നും അറിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ ശരീരവും ഇത്രയും അവിടെ വർക്കിംഗ് ഇത്രയും ഇതായിട്ടല്ല നടന്നത്. ശരീരം ചൂടായിരുന്നു ആ സമയത്ത്. വെടി വന്നു. ഇപ്പം ഇരുന്ന് അവിടെ നിന്ന് എണിക്കാൻ നോക്കുമ്പോൾ ഈ കാല് പൊട്ടി തൂങ്ങുകയാണെന്നുള്ളത് അറിയണത് തന്നെ. റൗണ്ട് ബുള്ളറ്റ് കയറി ഇറങ്ങി മുട്ടിൽ ജാമായി നിൽക്കുകയായിരുന്നു. ഈ റൗണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബുള്ളറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ബുള്ളറ്റ് എടുത്തു. അപ്പോൾ സ്മാൾ ആംസ് ഏത് തോക്കുന്നാണ് അത് വന്നതെന്നുള്ളത്? ഡബിൾ ആക്ഷൻ ബുള്ളറ്റ് എന്ന് പറയും. അത് ഫസ്റ്റ് വന്നിട്ട് ഒരു ബുള്ളറ്റ് ഇരുമ്പിൻ്റെയാണ്. അതിൻ്റെ മുകളിലൊരു കവറേജ് ഉണ്ട്, അതിൻ്റെ മരുന്നുകൾ കവറേജ്, അതിൻ്റെ മുകളിലൊരു പിത്തളുടെ കവറേജ്. ടോട്ടൽ വന്നിട്ട് 20 mm അങ്ങനെ ലെങ്ത്. ആക്ച്വലി നമ്മളിപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുള്ളറ്റ് പുറത്തെടുക്കുമ്പോഴാണ് ഇത് പാകിസ്ഥാൻ്റെ ആണോ ആരുടെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അവരിലുള്ള സ്മാൾ ആംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഏകദേശം അത് ഓപ്പറേഷനിലൂടെ ആയിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കാൻ സാധ്യത വരിക. അപ്പോൾ സാർ, ഈ സാർക്ക് ഈ വെടി ഏൽക്കുന്ന സമയത്ത് കൂടെ മറ്റ് 3 പേരുണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യും? അവരെവിടെ പോയി? അവർ ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. ജസ്റ്റ് ഒരു സേഫ്റ്റി. ഇവിടെ നിന്ന് അന്ന് ഇലക്ഷൻ ടൈമാണ് കാശ്മീരിൽ. കാശ്മീർ ഇലക്ഷൻ ടൈമിൽ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഫയർ പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്ക് ഇവിടുന്ന് മാറണമെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ കിട്ടിയേ പറ്റുമെന്നിട്ട്
ഞങ്ങളുടെ കൂടെയുള്ള JCO വയർലെസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CEO ആയിട്ട് സംസാരിച്ചു, എജറ്റൻ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ CEO എജറ്റൻറ്റും ഓഫീസർ ഡ്യൂട്ടി ഓഫീസർ എല്ലാവരും പറഞ്ഞത് ഓൺ സേഫ്റ്റി ഇപ്പോൾ സപ്പോർട്ടിംഗ് ഫയർ തരാൻ സാധിക്കില്ല. ഞങ്ങൾ സ്വയം റെജിമെന്റിന്റെയോ മറ്റു ഭാഗത്തുനിന്ന് ഫയറിംഗ് സപ്പോർട്ട് ഇപ്പൊ കിട്ടാൻ സാധ്യതയില്ല. ഓൺ സേഫ്റ്റി ആയിട്ട് എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുള്ളതാണ് മെസ്സേജ്. അതെ. നിങ്ങൾ ഈ 4 പേരിൽ ആരുടെ അടുത്തെങ്കിലും റേഡിയോ സെറ്റോ വയർലെസ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നിങ്ങൾക്ക് ഈ സംഭവിച്ച ഉടൻ തന്നെ യൂണിറ്റിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റിയോ? യൂണിറ്റ് മെസ്സേജ് കൊടുത്തു. സാർ ഇപ്പൊ എന്നെ പോലെ ഒരാൾ വെടികൊണ്ട് ഇതായിപ്പോയി, രക്ഷയില്ല. അപ്പൊ അവിടെ ഒരു ആട് മേയ്ക്കണ പയ്യനാണ് എന്നെ ഏറ്റിയത് ഫസ്റ്റ്. അപ്പൊ അവിടെ സ്നോഫാൾ ഉള്ള സമയമാണോ? അല്ല, നല്ല ക്ലൈമറ്റ് ആണ്. തങ്കുതാറില് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ ടൈമില് റേഷൻ അപ്പം പോസ്റ്റിലേക്ക് കയറ്റുന്ന ടൈമാണ്. അപ്പോൾ ഈ നിങ്ങൾ ഈ വെടിയേറ്റ് കിടന്നത് ഈ സിവിലിയൻ പയ്യൻ എങ്ങനെയാണ് കണ്ടത്? സിവിലിയൻ പയ്യൻ ഞങ്ങളുടെ കൂടെ തന്നെ 2-3 ആളുണ്ടായിരുന്നു ആ സ്പോട്ടിലേക്ക്. അവർക്ക് അവിടെ എന്താണ് അവിടെ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടിങ്, ഈ കമ്പികൾ വലിച്ചെടുത്ത് തരാനും മറ്റുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് തരാനും സിവിലിയൻ ലേബർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ആട് മേയ്ക്കണ പയ്യനായിരുന്നു കുറച്ച് ദൂരെ ഉണ്ടായിരുന്നത്. ഈ വാഹന ഗതാഗതം ഉള്ള സ്ഥലമായിരുന്നോ നിങ്ങൾക്ക് വെടിയേൽക്കുന്നത്? അല്ലല്ല, വാഹനമില്ല. അവിടെ നിന്ന് 16 കിലോമീറ്റർ താഴെ വന്നാലേ വാഹനം കിട്ടുള്ളൂ. അത് പിന്നെ റേഷൻ കിടത്തുന്ന വണ്ടി ഒരെണ്ണം വന്ന് അവിടെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂണിറ്റ് ഏരിയയിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരെയാണോ ഈ ഇൻസിഡന്റ് നടക്കുന്നത്? നിങ്ങൾ ആ ഈ 16 കിലോമീറ്റർ എങ്ങനെയാ ചെന്നത്? 1.5 കിലോമീറ്ററോളം ഈ ഫസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോളം ഈ ആട് മേയ്ക്കണ പയ്യനാണ് അവന്റെ ഈ ഷാള് പൊതിഞ്ഞിട്ട് അവന്റെ ഷാൾ കൊണ്ട് കാല് കെട്ടി. അപ്പൊ ഈ കാലിന്റെ അവസ്ഥ എന്താ? തൂങ്ങി കിടക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് ബോധം പോയിട്ടില്ല? ബോധം പോയില്ല. പക്ഷെ തൊട്ടിട്ട് കാലിന്റെ പാദം വരെ ഇത് തൂങ്ങിക്കിടക്കുക. ഇവിടെ നിന്ന് അറ്റുപോയ പോലെ ഒരു 4 വിരൽ വീതിയിൽ മാംസത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. 4 വിരൽ വീതിയുള്ള മാംസം മാത്രം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ബാക്കി കാല് മുഴുവൻ താഴോട്ടായി. അതങ്ങനെ ഒടിഞ്ഞു പോയ. അപ്പൊ അവൻ ഈ ഷോള് വെച്ച് ചുരുട്ടിക്കെട്ടി ഇതിനെ വീഴാത്ത പോലെ ചുറ്റിക്കെട്ടി തോളിക്കേറ്റി നമ്മുടെ സെയിം ആർമിയിൽ ഫയർമാൻ ലിഫ്റ്റ് ചെയ്യും പോലെ ആ കുട്ടി ചെയ്തു. എന്നിട്ട് എങ്ങോട്ടാണ് നിങ്ങളെ എത്തിച്ചത്? ഞാൻ അവിടെ റിയാല വില്ലേജിൽ ഒരു സ്കൂളുണ്ട്. സ്കൂളിൽ ഒരു മറവുണ്ട്, ഫയറിംഗ് ഏരിയ വരാത്ത, ഫയറിംഗ് അറ്റാക്ക് വരാത്തൊരു ഏരിയ ഉണ്ട്. ആ സ്കൂളിൽ അവിടെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു സിവിലിയൻ വീട്ടിൽ നിന്ന് ഒരു കട്ടില് സംഘടിപ്പിച്ചു. നമ്മുടെ മരത്തിന്റെ അവരെ ഇതില് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. കാശ്മീരിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ സിവിലിയൻസിന്റെ വീട്ടിൽ അങ്ങനെ ഉള്ളതുണ്ട്. അവര് അവിടെ നിന്ന് ഇവ ഏറ്റി അവിടെ എത്തിയ കട്ടിലൊക്കെ എടുത്ത് പിന്നെ അവിടെ 4 സിവിലിയൻസും പിന്നെ നമ്മുടെ പട്ടാളക്കാർ സപ്പോർട്ടോട് കൂടിയിട്ട് കുറച്ച് ദൂരം കൂടിയിട്ട് കട്ടിലിനെ ഒരു സ്ട്രെച്ചറിന്റെ രൂപത്തിലാക്കി. എന്നിട്ട് അതിൽ നിങ്ങൾ കിടത്തിയിട്ട് നേരെ എങ്ങോട്ട്? ഈ വാഹന ഗതാഗതം ഉള്ള സ്ഥലത്തേക്ക് ഈ 4 പേര് കൂടിയിട്ട് ഏറ്റി നടന്ന് ഈ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സന്ദർഭം ഓർക്കാൻ പറ്റും. അപ്പൊ ബോധമുണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഖബറിസ്ഥാനിലേക്ക് ഇവിടെ തന്നെ വെച്ചോളെ, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ ഇനിയും ജീവിക്കാൻ സാധ്യതയില്ല, എന്റെ മരണം അടുത്തോ, എന്നെ അങ്ങോട്ട് നിങ്ങൾ ചുമന്ന് ബുദ്ധിമുട്ടുണ്ട, എന്നെ മരിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇവരോട് പറയുമ്പോ അവര് പറഞ്ഞ ഇല്ല, ഞങ്ങൾ കൊണ്ടുപോകാം. അവര് പറഞ്ഞു രക്ഷപ്പെടും. എന്നെ അവിടെ അറിയുന്നത് എല്ലാവരും തമ്പി സാർ എന്നാണ് എന്നെ അറിഞ്ഞുകൊണ്ടിരുന്നത് അവിടെ മാക്സിമം. തമ്പി സാറിനെ ഒരിക്കലും മരിക്കാൻ പാടില്ല, ഞങ്ങൾ രക്ഷപ്പെടുത്തും പറഞ്ഞിട്ട് അവര് ഓടുകയായിരുന്നു എടുത്തിട്ട്. ചുരുങ്ങിയ ഒരു 1.5 കിലോമീറ്റർ മേലെ ഓടി വണ്ടി എത്തി. അപ്പോൾ നമ്മുടെ EMIന്റെ ഒരു ഹോൾദാർ സാർ ഉണ്ടായിരുന്നു. പ്ലീസ് കണ്ണു തുടയ്ക്കും. ഉണ്ട് സാർ. EMIന്റെ ഒരു ഹോൾദാർ സാർ ഉണ്ടായിരുന്നു. അവരും പിന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ വിനോദ് കെ നായരൻ, JCO ഹവൽദാർ, അവരും 3 പേരും കൂടെ ഉണ്ട്. പിന്നെ ഈ വെടി കൊണ്ടുവന്ന് അറിഞ്ഞതും അടുത്തുള്ള പോസ്റ്റിൽ നിന്ന് 1-2 പേര് ഓടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഹൃദയത്തിൻ്റെ ആ നൊമ്പരം, അദ്ദേഹത്തിന് സംഭവിച്ച ആ അവസ്ഥ നിറകണ്ണുകളോടെയാണ് സല്യൂട്ട് മീഡിയയായിട്ട് പങ്കുവെക്കുന്നത്. ഇത്തരത്തിലുള്ള അനേകം പേർ യുദ്ധത്തിൽ പങ്കെടുത്ത് വേരിയസ് ഓപ്പറേഷനിലൂടെ നമ്മളുടെ സമൂഹത്ത് ഉണ്ട്. ഈ 140 കോടി ജനങ്ങളടങ്ങുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ സൈന്യത്തിൻ്റെ കാവലിൽ നമ്മൾ
സുഖമായി നിദ്രയിലൂടെ താഴ്ന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ചില സമയങ്ങൾ നമ്മൾ ഇവരെ കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു സന്ദർഭമാണ് ഇന്നിപ്പോൾ നമ്മൾ കൈവന്നിരിക്കുന്നത്. എന്നിട്ട് സാർ പറയൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ വെടികൊണ്ടത് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് രക്ഷപ്പെട്ടോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് നിങ്ങൾ രക്ഷപ്പെടാൻ പറഞ്ഞു.